ആദ്യം ഡോക്ടർ ബി ജയരാജ്, ഇക്കാര്യത്തിൽ ആശാ ലോറൻസ്, എം ലോറൻസിന്റെ മകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പാർട്ടിക്കാരനായ തന്റെ സഹോദരന്റെ അഭിപ്രായം കേട്ട ശേഷം പാർട്ടി എടുത്ത ഒരു തീരുമാനം എന്നാണ്. അതിൽ ആശാ ലോറൻസ് പറയുന്ന ഒരു കാര്യം, പാർട്ടിക്കാരനായ സഹോദരന് പാർട്ടിയിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിൽ. ഇതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ശ്രീ എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനം ആണ് പാർട്ടിയെ കൊണ്ടെടുപ്പിച്ചത് എന്നാണ്. അങ്ങനെ പറയുവാനായിട്ട് അവർക്കും അതിൻ്റെതായ കാരണം ഉണ്ടല്ലോ. ഇപ്പോൾ എം ലോറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ കൂടി പള്ളിയോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ആശാ ലോറൻസ് പറയുകയാണ് തങ്ങളുടെ എല്ലാം വിവാഹം നടന്നത് പള്ളികളിൽ തന്നെയാണ്. അതുപോലെ തന്നെ മാമോദീസ ചടങ്ങുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ പങ്കെടുത്തു. പേരക്കുട്ടികളുടെ മാമോദീസ ചടങ്ങുകൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ ശ്രീ ലോറൻസ് പങ്കെടുത്തിരുന്നു എന്ന്. അപ്പോൾ പള്ളിയോട് അദ്ദേഹത്തിന് എതിർപ്പില്ല. പക്ഷെ ഇവിടെ പാർട്ടിക്ക് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. എം ലോറൻസിന്റെ മകൾ പാർട്ടി ചതിച്ചതാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ജയരാജ് കേട്ടില്ലേ? മഞ്ജുഷേ, ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേട്ടു. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തികച്ചും വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മക്കൾ തമ്മിലുള്ള വിഷയവും ഇതിനകത്ത് പാർട്ടിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പാർട്ടിക്ക് ഇതിനകത്ത് വാശിയില്ല. ഇപ്പം ഇങ്ങനെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ അടക്കണമെന്നോ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല. അത് അവർ തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. അത് അവർ തമ്മിലൊരു കോംപ്രമൈസിലെത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇപ്പൊ ഇത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള വിവാദം. ശരിക്കും ഇത്തരത്തിലുള്ള ഇത്രയും ഉന്നതനായ ഒരു സഖാവിന്റെ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വരുന്നത് തന്നെ തികച്ചും ദൗർഭാഗ്യകരമാണ്. അതിപ്പം പാർട്ടിക്കാര് എല്ലാവരും അങ്ങനെ ഡെഡ് ബോഡിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, കടാവറൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. MC ജോസഫൈൻ കേരളത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് മരിച്ച സീതാറാം യെച്ചൂരി ഡെഡ് ബോഡി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങളും കുടുംബാംഗങ്ങളുടെ എല്ലാം കൂടെ അഭിപ്രായ സമന്വയത്തോടുകൂടി എടുക്കുന്ന തീരുമാനമാണ്. ഇത് കുടുംബാംഗങ്ങൾ രണ്ട് തട്ടിൽ നിൽക്കുകയും അതിനകത്ത് തർക്കം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അതിനകത്ത് ഇടപെടും. എന്നിട്ട് കോടതി അതിന് അനുകൂലമായൊരു വിധി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്കത് പ്രത്യക്ഷത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്നത് ഇതല്ല. എം ലോറൻസ് എന്ന് പറഞ്ഞ സഖാവ് കേരള രാഷ്ട്രീയത്തിന്, കേരള സമൂഹത്തിന് നൽകിയ സംഭാവന എന്താണ് എന്നുള്ളതാണ്. എം ലോറൻസ് അനുസരിച്ച ത്യാഗപൂർണമായ ജീവിതത്തിനെ കുറിച്ചാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത്. നമ്മൾ അറിയേണ്ടുന്നത് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിനെ കുറിച്ചാണ്. നമ്മൾ അറിയേണ്ടുന്നത് രാമവർമ്മ തമ്പുരാനും മാത്യുവിനും എം ലോറൻസിനെയും അല്പവസ്ത്രധാരികളായിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കാളക്കയറ് കൊണ്ട് കെട്ടി മർദ്ദിച്ച് അവശനാക്കിയ ആ ചരിത്രം എല്ലാ ചരിത്ര വിദ്യാർത്ഥികളെയും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും ഒരേപോലെ കോൾമേർക്ക് കൊള്ളിപ്പിക്കുന്ന ചരിത്രമാണ്. അദ്ദേഹം തോട്ടിത്തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിന്റെ പരമോന്നതമായ പദത്തിൽ എത്തുകയും ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം കേരള സമൂഹത്തിന് നൽകിയ മാതൃക, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹം കേരള സമൂഹത്തിന് എന്തായിരുന്നു എം ലോറൻസ്? എന്നെ സംബന്ധിച്ചിടത്തോളം എം ലോറൻസ് എന്ന് പറയുന്നത് ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. ഒരു അണുവിട പോലും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാത്ത, പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പാർട്ടി കേഡറായിരുന്ന, അങ്ങേയറ്റം, അതായത് പലതവണ തരം താഴ്ത്തപ്പെട്ടപ്പോഴും അങ്ങേയറ്റം ഒരു അച്ചടക്കമുള്ള ഒരു സഖാവിനെ പോലെ. എം ലോറൻസിന്റെ ത്യാഗോജ്വലമായ ജീവിതം, അതേക്കുറിച്ച് ഒരു സംശയവുമില്ല. മാത്രമല്ല, അദ്ദേഹം ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അതിന്റെ അതേ അന്തസ്സത്ത് തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയ ആളുമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു യാത്രാമൊഴി നൽകുന്ന വേളയിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിൽ അത് പാർട്ടിയും അറിഞ്ഞോ അറിയാതെയോ അതിലൊരു ഭാഗഭാക്കായി മാറുന്നതല്ലേ എന്ന് കണ്ടത്. പാർട്ടിക്കാരാണ് അതിശക്തമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എം ലോറൻസിന്റെ മകളെ തടഞ്ഞത്. മകളല്ലേ അത്? അതിൽ സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ ആ മകളാണെന്നുള്ള ഒരു ധാരണ പോലും ഇല്ലാതെയാണ് CPM-ന്റെ പ്രവർത്തകർ അവിടെ മുദ്രാവാക്യം മുഴക്കിയത്, സഖാവിന്റെ മൃതദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട്. അവർ പറയുന്നതിലും കാര്യമില്ലേ? അവരുടെ ഭാഗവും അവിടെ കേൾക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അവരുടെ ഭാഗം കേൾക്കാതെയാണ് പാർട്ടി ഒരു തീരുമാനമെടുത്തത്. ഡോക്ടർ ബി ജയരാജ്, അതാണ് അവർ പറയുന്നത്. പാർട്ടിക്കാരനായ മകനെ മാത്രം കേട്ടുകൊണ്ട് ഒരു തീരുമാനം എടുത്തു എന്ന്. ഇത് കോടതിയിൽ പോകാനൊന്നും അവർ ആദ്യം തീരുമാനിച്ചിരുന്നൊന്നും അല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച് ഇതിൽ ഏകപക്ഷീയമായ ഒരു രീതിയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് അവർ കോടതിയെ സമീപിച്ചത്.
ഇന്നലെ ഒരു ചർച്ചയിൽ നിന്ന് ഞാനും ആശാ ലോറൻസുമായിട്ട് അവര് അത്ര വികാര വിക്ഷോഭത്തിൽ സംസാരിക്കുന്ന കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം കൂടി ഇന്നലെ ഉണ്ടായി. ജനൻ ടി വിയിൽ ഒരു ഡിബേറ്റിലായിരുന്നു അത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൈകാരികമായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന ഓരോ കമന്റും അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വായിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നത്. ഇന്ന് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെ സട്ടിലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ എങ്ങനെ ആളുകൾ പ്രതികരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്, ഓരോ മക്കൾക്കും അതിൻ്റെതായ അവകാശമുണ്ട്, അതിനെയൊന്നും ആർക്കും തടയിടാനൊന്നും ആവില്ല. ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഏതറ്റം വരെയും പോകും, എന്നെ അവിടെ ആളുകൾ പിടിച്ചു മാറ്റും, എങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, ഞാൻ ഹൈക്കോടതിയിലോ എവിടെ വേണമെങ്കിലും പോകുന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ആകുമ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് സംസാരിച്ചൊരു കോംപ്രമൈസ് എത്തും, ഒരു ധാരണ ഉണ്ടാവുന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇന്ന് ആ ധാരണയെല്ലാം കൈവിട്ടു പോവുകയും അത് വീണ്ടും തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കൊക്കെ കടന്നു പോവുകയും ചെയ്തു. തികച്ചും ദൗർഭാഗ്യകരമാണ് ഇത്തരം ഒരു സന്ദർഭം. ഇതിന് ആര് ഇൻവോൾവ് ആയിരുന്നാലും ശരി തന്നെ, അത് മക്കളായാലും ശരി പാർട്ടിയാണെങ്കിലും ശരി, ഇങ്ങനെ ഒരു മൃതദേഹത്തോട് കാണിക്കാവുന്ന പരമാവധി അനാദരവാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ എന്തായാലും അതൊന്നും കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷി എന്നെ പോലുള്ള ഒരു സാധാരണ പാർട്ടി സഹാക്കൾക്കൊന്നും ഇല്ല. അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന അങ്ങേയറ്റം. കാരണം ഇവരുടെയൊക്കെ ത്യാഗപൂർണമായ ജീവിതം കണ്ട് അല്ലെങ്കിൽ മോഡലാക്കി അത് കണ്ട് ആവേശം ഉൾക്കൊണ്ട ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, എന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുള്ള, എന്റെ പ്രദേശത്തെ ആളുകളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു എം ലോറൻസ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അക്ഷോഭ്യനായി നിന്നിട്ട് ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളിൽ കൂടെ നിന്ന ഒരു സഖാവാണ് എം ലോറൻസ്. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുമ്പോൾ ഓരോ സമയത്തും ഞാൻ പോയി കണ്ടിരുന്നു. അന്നേരം എല്ലാം പാർട്ടിക്കെതിരെ ഒരു അക്ഷരം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം പോലും വിട്ടു പറഞ്ഞിട്ടുമില്ല. അപ്പോഴൊക്കെ നമ്മൾ വികാരഭരിതനായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും ലോറൻസ് സാഹു പറഞ്ഞത് പാർട്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞിരുന്നൊരു സഖാവാണ്. അങ്ങനെ ഒരു അച്ചടക്കമുള്ള ഒരു സഖാവിനെ കുറിച്ച്, സഖാവിന്റെ ദീപ്ത സ്മരണകൾ അനുസ്മരിക്കുന്ന ഒരു വേളയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അത് റെഡ് വോളണ്ടിയേഴ്സ് ആരെങ്കിലും ശരി, ഇവർ തമ്മിലുള്ള കുടുംബത്തിനകത്തുള്ള ക്ലാഷ് ആണെങ്കിലും ശരി, ഇതൊന്നും പുറത്ത് പൊതുസമൂഹത്തിൽ സ്പിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് രീതിയിലേക്ക് വലിച്ചു ഇതിൽ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അത് പാർട്ടി ജില്ലാ